Good morning, welcome back to my channel. It's me Wafa Fahim. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. നല്ല മടിയാണ് ഈ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാൻ. കാരണം നമ്മൾ പോകുന്നതോടെ മുഴുവൻ ഈ ഫോണും കൊണ്ട് നടക്കണം. ക്യാമറ ഫോൺ എന്താണെന്ന് വെച്ചാൽ അതും കൊണ്ട് നടക്കണം. സോ അത് ഇത്തിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും സാരമില്ല, കുറെ പേരൊക്കെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അത്രയൊക്കെയുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഫൈൻ ഈറ്റ്. പിസ വേണ്ട, ഉപ്പുമാവ് മതി. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പിടിക്കും, എല്ലാരും പിടിക്കും. ഇന്ന് എല്ലാരും ഒരുങ്ങിയൊക്കെ നടന്നാൽ മതി. ഇന്ന് എല്ലാരും ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. പിടിക്കും മോളെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഉപ്പുമാവാണ് കേട്ടോ. ഉപ്പുമാവ് വെച്ചോണ്ടിരിക്കുക. വീനാസ് കറി വേൾഡിന്റെ ഉപ്പുമാവാണ് നമ്മ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഇതിപ്പോ ഇങ്ങനെയാണ്. ഇത് ചെളിയൊന്നും അല്ല കേട്ടോ. ഇവിടെ അനു ഡ്രോ ചെയ്യും. അപ്പൊ അതിന്റെ പെൻസിലിന്റെ മാർക്കും കാര്യങ്ങളൊക്കെയാ. അപ്പൊ ഇതുപോലെ ഒരു പേപ്പർ സ്റ്റിക്കർ എടുത്തിട്ട് ഞങ്ങൾ ഒട്ടിക്കാൻ പോവാണ്. ഇതിന്റെ മുകളിൽ ഒരു മാർബിളിന്റെ ഫിനിഷുള്ള ഒരു പേപ്പർ സ്റ്റിക്കർ ആണ്. അപ്പൊ അനു ഇതൊക്കെ കട്ട് ചെയ്ത് ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. ഇത് ഞാൻ വെറുതെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നാണ്. ഇങ്ങനെ സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, അറിയുണ്ടാവും. സോ ഇങ്ങനെ ഡേർട്ടി ആയിട്ടുള്ള ടേബിളും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാം. അങ്ങനെ എടുത്തിട്ടില്ല. ഇതിന്റെ പുറകിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ആണ്. അപ്പൊ ആ സ്റ്റിക്കർ നമ്മൾ കറക്റ്റ് ഒട്ടിക്ക്. ചുളിയരുത്, ചുളിഞ്ഞാൽ അതിന്റെ ഭംഗി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഇത് ഒട്ടിച്ച് ഇനി ഇതിന്റെ സൈസിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ ബാക്കിയുള്ള പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. പിന്നെ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലെ ബബിൾസ് ഒക്കെ പോയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, എന്റെ ടേബിളൊക്കെ നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഇത് അലമ്പായി കിടക്കുമ്പോ എന്താന്ന് വെച്ചാല് നമുക്കൊരു മൂഡ് ഉണ്ടാവില്ല എഴുതാനൊന്നും. ഒരു എന്താ പറയാ, ഒരു മടുപ്പാവും. അപ്പൊ ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. സോ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ഞാന്. 6 സബ്ജക്റ്റിന്റെ പ്രാക്ടിക്കൽ എനിക്ക് എഴുതി വെക്കാനുള്ളത്. കുറെയൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ചേ ഉള്ളൂ. അതായത് നമ്മൾ കൗൺസിലിംഗ് ഇന്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് എഴുതുക എന്നുള്ളതാണ് എന്റെ ടാസ്ക്. പക്ഷെ എന്റെ മെയിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതൊന്നുമല്ല. ഈ മനസ്സിലുള്ള കാര്യങ്ങളൊന്നും അതുപോലെ പേപ്പറിലോട്ട് വരുന്നില്ല. ഒന്നാമത് നമ്മൾ എന്തെങ്കിലും എഴുതുക പഠിക്കുകയോ ചെയ്തിട്ട് കുറെ കാലമായിട്ടുണ്ട്. അതിന്റെ കൂടെ ഓഫീസിൽ പോയിട്ട് 2 months ആയി. അപ്പൊ ലാംഗ്വേജിന്റെ ടച്ച് വിട്ടെന്നാ തോന്നുന്നത്. അത് പറഞ്ഞപ്പോഴാ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. UAE എനിക്ക് എങ്ങനെ ജോലി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ജോലി നേടാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ. കുറെ പേർക്ക് അത് നല്ല യൂസ്ഫുൾ ആയി എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ കുറെ പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച കാര്യമാണ്, ഗൾഫിലെ ജോലി കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് മസ്റ്റ് ആണോ, അല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവന്റ് അല്ല, അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജസ് ആയി വരുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജോലി നോക്കുന്നവർക്ക് എന്നല്ല, ജോലിക്കാർക്കായിക്കോട്ടെ, സ്റ്റുഡൻസിനായിക്കോട്ടെ, ഈവൻ വീട്ടമ്മമാർക്ക് വരെ ഇപ്പൊ കുട്ടികളുടെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതായത് പ്രായഭേദം തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു തലവേദന ആയിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും അല്ല, ഫ്ലുവന്റ് അല്ലാത്തവർക്ക് കേട്ടോ. അപ്പൊ എന്നെ ഇംഗ്ലീഷ് വിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കാഡമിയിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് അവർക്ക് ഓൺലൈനിൽ വാട്സപ്പിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. ഇത് ആദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? കാരണം നമ്മളിവിടെ റെഗുലർ ക്ലാസ്സിന് പോയിട്ട് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയി ഇരുന്ന് പഠിച്ചിട്ട് അല്ലെങ്കിൽ കുറെ ഇംഗ്ലീഷ് മൂവി കണ്ടു നോക്കിയിട്ട് എന്നിട്ടൊന്നും ഇമ്പ്രൂവ് ആവാത്താണ് ഇപ്പോൾ വാട്സപ്പിലൂടെ എന്നാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്നെ ഒരു സ്റ്റുഡന്റ് ആയി കണ്ടിട്ട് എനിക്ക് കുറച്ച് ദിവസത്തെ ക്ലാസ് ഇതാ, എന്നിട്ട് എനിക്ക് എങ്ങനെ അത് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രം ഞാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാന്ന്. കാരണം ഞാനൊരു കാര്യം പറയുമ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്റെ ഒരു ലെവൽ അസസ്മെന്റ് ഉണ്ട്. എന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം അവര് പരിശോധിച്ചിട്ട് നമുക്ക് 4 ലെവൽ ഉണ്ട്. ലെവൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മൾ ഏത് ലെവലാണെന്ന് നോക്കിയതിനു ശേഷം ക്ലാസ് തുടങ്ങും. അങ്ങനെ എനിക്ക് ക്ലാസ് തുടങ്ങി. ക്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ ഏത് ലെവലിലാണോ ആ ലെവലിലുള്ള ആളുകളായിരിക്കും ആ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ചമ്മലിന്റെ കാര്യങ്ങളൊന്നും ഇല്ല, കാരണം എല്ലാവരും നമ്മളെ ലെവലുള്ള ആൾക്കാരാണ്. പിന്നെ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ട്രെയിനേഴ്സ് ഉണ്ടായിരിക്കും, പേഴ്സണൽ ട്രെയിനേഴ്സ് ആണ്. അപ്പൊ നമുക്ക് തരുന്ന ഹോംവർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയതിനു ശേഷം പേഴ്സണൽ ട്രെയിനറുമായിട്ട് ഡിസ്കസ് ചെയ്യും. അവരതിൽ തെറ്റൊക്കെ തിരുത്തി തരും, ഇമ്പ്രൂവ് ആവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു തരും. അതുപോലെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കും, നമ്മൾ പഠിച്ച കാര്യം പ്രാക്ടീസ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ആ ഒരു സെറ്റപ്പ്. അപ്പൊ ഫസ്റ്റ് ദിവസത്തെ ക്ലാസ് വന്നു. അതായത് കുറെ ടെക്സ്റ്റ് ഉണ്ടാവും, അതിന്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ വോയിസ് നോട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ടെക്സ്റ്റ് വായിച്ചിട്ട് വോയിസ് നോട്ടും കൂടെ കേട്ടിട്ട് അപ്പൊ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ക്ലിയർ ഐഡിയ കിട്ടും. ദെൻ നമുക്ക് ടാസ്ക് തരും, ഹോംവർക്ക് പോലെ. അത് നമ്മൾ ചെയ്യുക, നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മളെ ട്രെയിനേഴ്സിന് അവർ അയച്ചു കൊടുക്കും. അവരത് നോക്കിയിട്ട് തിരുത്തിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പ്രാക്ടീസ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. അതാണ്
അങ്ങനെയാണ് ആ ക്ലാസ്സിന്റെ ഒരു മെത്തേഡ്. അപ്പൊ കുറച്ച് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ട് ഇത് കൊള്ളാമെന്ന്. വിചാരിച്ച പോലെയല്ല, സംഭവം വർക്ക് ആവുന്നുണ്ട്. നമ്മളൊരു ക്ലാസ്സിൽ പോയിരുന്ന് പഠിക്കുന്നതിനേക്കാളും എനിക്ക് എഫക്റ്റീവായി തോന്നി. കാരണം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി സാറിന് ഓരോ കുട്ടികളെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കാൻ പറ്റില്ല, ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല, ഒരാളുടെ ലെവൽ അസസ് ചെയ്ത് അയാൾക്ക് വേണ്ടതാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഇതിന് പ്രായമൊന്നും പ്രശ്നമല്ല കേട്ടോ, ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലൊക്കെ ഉപയോഗപ്രദമായിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മടിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഏത് സ്ഥലത്തിരുന്നിട്ടും, ഇപ്പൊ ഞാൻ യുഎയിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും സമയമൊന്നും ഒരു പ്രശ്നമല്ല. ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ സൗകര്യത്തിന് ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ സ്പെഷ്യൽ കോഴ്സസ് ഉണ്ട്. ഇപ്പൊ 10th പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ സബ്ജക്ട് വൈസ് ആയിട്ടുള്ള സ്റ്റഡി ക്ലാസ്സസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാനൊരു കോൺടാക്ട് നമ്പർ കൊടുക്കാം, മിസ്റ്റർ ഷെബീബാണ് എനിക്ക് ട്രെയിനിങ് തന്നത് ആ ഒരു എന്താ പറയാ ടെസ്റ്റ് ക്ലാസ്സസിൽ. അപ്പോൾ ഷെബീബിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും. അപ്പൊ നിങ്ങളുടെ ഡൗട്ടൊക്കെ അവിടെ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. 2 months കോഴ്സാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മൾ ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, എത്ര സമയം നമ്മൾ വെറുതെ വാട്സപ്പിലും പബ്ജിയൊക്കെ കളിച്ച് കുത്തിരുന്ന് കളയുന്നത്. അപ്പൊ കുറച്ച് നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി നോക്ക്. നമ്മളെപ്പോഴും ഇങ്ങനെ പരാതി പറയും, ഷോ എന്റെ ലാംഗ്വേജ് അങ്ങനെ ഇങ്ങനെയെന്ന്. പക്ഷെ നമ്മൾ അതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ തന്നെ ഇമ്പ്രൂവ് ആവുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് ഒരു അവസരമായിട്ട് എടുക്കുക. ഈ ഒരു ടൈം കൊറോണ ആണെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ നടക്കല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ടൊക്കെ ചെയ്യ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ജോയിൻ ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ധൈര്യത്തിൽ ഞാൻ വന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ വന്ന് അടിക്കും, കാരണം ഞാൻ ഇവിടെ തന്നെ ഇനിയും ഉണ്ടാവണമല്ലോ. അങ്ങനെ പിന്നെ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് അങ്ങ് പോകത്തില്ല കേട്ടോ. ആ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് അതിന്റെ പ്രാക്ടീസും കൂടെ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു ബെസ്റ്റ് മെത്തേഡ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇപ്പോൾ ഈ ഒരു വോയിസും ഇതൊക്കെ ചെയ്താൽ മാത്രം റെഡി ആവുമെന്ന്. അങ്ങനെയല്ല, നമുക്ക് ചാറ്റ് ചെയ്യാം, കോൾ ചെയ്യാം, അതായത് പേഴ്സണൽ ട്രെയിനേഴ്സുമായിട്ട് അതിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഡോണ്ട് വറി, ഒട്ടും ഡൗട്ട് വേണ്ട, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. പ്രായം കാര്യങ്ങളും ഒന്നും വിഷയമല്ല. ഞാൻ ബാക്കി എഴുതി തീർക്കട്ടെ കേട്ടോ. എൻ്റെ തൊണ്ടയിലെ വെള്ളം പറ്റി കുറച്ച് സംസാരിക്കുമ്പോഴേക്കും ഇപ്പോൾ തൊണ്ടയൊക്കെ ഡ്രൈ ആയിക്കൊണ്ടിരിക്കുക. ഇത് ഇന്ന് തന്നെ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് സ്കാൻ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണം. ലോക്ക്ഡൌൺ ആയപ്പോൾ വന്നൊരു സംഭവം അല്ല, കൊറോണ വന്നപ്പോൾ വന്ന ഒരു മാറ്റങ്ങൾ നോക്ക്. മറ്റേത് ഇതൊക്കെ ഞാൻ എഴുതി ഹാർഡ് കോപ്പിയും കൊണ്ട് അവിടെ കോളേജിൽ പോയി സബ്മിറ്റ് ചെയ്തിട്ടൊക്കെ വേണം അതിന്. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇവിടെ സ്കാനറും പ്രിന്ററൊക്കെ ഉണ്ട്, ഇവിടെ തന്നെ പ്രിന്റ് എടുക്കാം, അയച്ചു കൊടുക്കാം, അത്രേ ഉള്ളൂ. ടെക്നോളജി ഒക്കെ മാറിയൊരു മാറ്റങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ആക്കട്ടെ. എന്നിട്ട് ഉമ്മ അവിടെ മന്തി ഉണ്ടാക്കുന്നുണ്ട്, നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. ചിക്കൻ മന്തിയുടെ സ്മെല്ല് വരുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതൊന്ന് പെട്ടെന്ന് കുറച്ചൊക്കെ എഴുതിയിട്ട് അങ്ങോട്ട് പോയി നോക്കട്ടെ. ഞാൻ റെസിപ്പി കാണിക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ അവിടെ നല്ല സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഏകദേശം കഴിഞ്ഞു എന്നാ തോന്നുന്നത്. പോയി നോക്കട്ടെ കേട്ടോ. നമ്മള് വന്നപ്പോഴേക്കും ഉമ്മ ചിക്കൻ മന്തി ദമ്മിടൽ കഴിഞ്ഞ്, ദമ്മിടെന്നല്ലേ പറയുമ്പോ ചിക്കൻ മന്തി ഒക്കെ സെറ്റ് ആയി പോയി. റെസിപ്പി കാണിക്കാൻ പറ്റിയില്ല. ഞാൻ കഴിച്ചു നോക്കട്ടെ, നല്ല അടിപൊളിയാണെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉമ്മന്റെ റെസിപ്പി കാണിക്കാം കേട്ടോ. ഉമ്മ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കി റെസിപ്പി കാണിക്കാം. ആരുടെയാ അമ്മ? അപ്പൊ ഫുഡ് റെഡി ആവുന്നതിന് മുന്നേ നമ്മളുടെ പരിപാടി എന്ന് വെച്ചാല് അടിച്ചു വരലാണ്. അപ്പൊ ഇനി ഫുള്ളായിട്ട് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം ഫുഡ് വിളമ്പല് അതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നല്ല വേണം. ഇതെന്താ മുള്ളുമ്മ കുരുമുളകോ? നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. ഇതിനടിയിൽ ഇനി മസാല ഉണ്ടാവൂലേ? മന്തിയിലെ ചിക്കനൊക്കെ കണ്ട പൊന്തി വരുന്നുണ്ട്. ഞാനിത് അപ്പൊ പറഞ്ഞേ, അപ്പൊ കുട്ടി പറഞ്ഞേ ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്, നിർബന്ധമാണ് വെച്ചോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വെച്ചോക്കിയതാണ്. അപ്പൊ ഇനി തിന്നിട്ട് എന്താന്ന് വെച്ചാ പറയട്ടെ വിവരം. അപ്പൊ താങ്ക്സ്, ഇത് കഴിഞ്ഞിട്ട് പറയാം, കഴിച്ചു നോക്കിട്ട് പറയോ. അതിന് മേലെ ഇനി വെക്കാൻ പോവാ. ഈ പാത്രത്തിൽ തന്നെ കൊണ്ടേ പോരെ. ഇതിന് മേലെ കുറ്റേനോ അപ്പൊ നമ്മള് മന്തി താഴെ ഉണ്ടായിരുന്ന മന്തിയൊക്കെ മുകളിലോട്ട് എടുത്തു കഴിഞ്ഞിട്ട് റൈസ് മിക്സ് ചെയ്തിട്ട് ദെൻ ഈ ചിക്കൻ എടുത്തിട്ട് ഇതിന്റെ മുകളില് മറന്ന പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഏത് മുളക്? ഇത്
മന്തി ചട്നി. മന്തി ചട്നി അങ്ങനെ മന്തിക്കൊക്കെ ഉള്ള മന്തി കപ്സ ഉണ്ടാക്കൂലേ ചട്നി. ആദ്യം ഇപ്പൊ ടേസ്റ്റ് ചെയ്തിട്ട് പറയാ. ഉപ്പാണ് ഫസ്റ്റ് മന്തി ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാൻ പോണത്. ഉപ്പ അതിനെ ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയുള്ളൂ. ആസ്വദിക്കട്ടെ, എല്ലാം കൂടി മുഴുവൻ ആസ്വദിക്കണ്ടേ. അത് വേണം. ചിക്കനും റൈസും കൂടി ഒന്നിച്ച് കഴിച്ചത് നമ്പർ 1. എല്ലാ കോമ്പിനേഷനും ക്ലിയർ ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. റൈസ് സൂപ്പർ, ചിക്കൻ മസാല സൂപ്പർ, നന്നായിട്ട് വന്നിട്ടുണ്ട്. കഴിക്കാൻ പോവാണ്. ഇതാ ഇവിടെ ഇരുന്നിട്ട്, ഞങ്ങളെ ഹോൾ ഇതാണ്, ഇവിടെ ഇരുന്നിട്ടാ കഴിക്കാറ്. ഡൈനിങ് ടേബിളിൽ ഇരിക്കാറില്ല. അവിടെ ടി വി കണ്ടിട്ട് ഇവിടെ ഈ ഒരു കുഞ്ഞു ടേബിളിൽ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. ദാണ്ട് എൻ്റെ അനിയൻ അവിടെ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പറയാനോ, കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാനോ. എന്തുമ്പാ കഴിക്കണോ, അഭിപ്രായം പറയാ. ഇത് നാരങ്ങയുടെ തൊലി നാരങ്ങയുടെ തൊലി വീണച്ചി പറഞ്ഞ പോലെ. എന്നിട്ട് വീണാസ്കറി വണ്ടിയിലെ വീണ ചേച്ചി പറഞ്ഞ പോലെ അച്ചാറിട്ടുണ്ട്. അപ്പൊ നീ അച്ചാറ് കഴിച്ചിട്ട് പോവാം നമുക്ക്. അപ്പൊ അച്ചാറുണ്ടേ, ഇനി എടുക്കണമെന്നില്ല. ഇല്ല, ഇതുവരെ നമുക്ക് ക്ലോപ്പ് ചെയ്ത് കളയാം. ഇവിടെ വേറെ സ്ഥലം ഞാനിട്ടില്ല, പക്ഷെ ഇതാണ് എന്റെ സ്ഥലം. എനിക്ക് ഇവിടെ ഇരുന്നാലേ കഴിക്കാൻ ഇറങ്ങുള്ളൂ. അപ്പത്തെ ഫൈക്ക് ഉണ്ട്, പക്ഷെ നമ്മളത് ക്രോപ്പ് ചെയ്തിട്ടേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ക്യാമറ അലർജിയാണ് ഇത് ശരിക്കും. ഫൈമ മന്തിയാണോ ബിരിയാണിയാണോ കൂടുതൽ ഇഷ്ടം? ഞാനത് കഴിച്ചു നോക്കട്ടെ. ഞാനൊരു മന്തി ഫാൻ അല്ല, ഞാനൊരു ബിരിയാണി ഫാനാണ്. കൊള്ളാം. മന്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, കാരണം ഒന്നാമത് എനിക്ക് മന്തി അത്ര ഇഷ്ടമല്ല. പക്ഷെ മന്തി ഇഷ്ടമുള്ള അഭിപ്രായത്തിൽ മന്തി നല്ലതാണ്. ഇത് നല്ല പാകിസ്ഥാൻ മാങ്ങയാണ് കേട്ടോ, നല്ല മധുരമുള്ള മാങ്ങയാണ്. പക്ഷെ ഇത് അത്ര മധുരമില്ല, കാരണം ഇത് അത്ര മൂത്തിട്ടില്ല, അതുകൊണ്ടപ്പോ പഴുത്തിട്ടില്ല അതുകൊണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഇത് ഭയങ്കര സ്വീറ്റ് ആണ്, നമ്മുടെ നാട്ടിലെ മാങ്ങേനേക്കാളൊക്കെ സ്വീറ്റാ. പക്ഷെ അപ്പൊ നമ്മൾ ഒരെണ്ണം കഴിഞ്ഞ് അടുത്തത് മുറിച്ചോണ്ടിരിക്കുക. വീഡിയോ എടുക്കുമ്പോ നല്ല ഭംഗി ഉണ്ടാവില്ലേ അത് കട്ട് ഇല്ല ഇല്ല ഫ്ലോ ഒന്നിനും ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് റെഡിയായി നമ്മളൊന്ന് പുറത്ത് പോവാണ്. പുറത്ത് പോകാന്ന് വെച്ചാൽ കുറച്ച് പരിപാടികളുണ്ട്. പുറത്ത് പോയിട്ട് കുറേ നാൾക്കേ ചേട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഉമ്മേനെ കൂട്ടിയിട്ടൊരു ഷൂട്ട് ഉണ്ട്. അതായത് ഷീൻ എന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ സ്റ്റോറിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ റിവ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മയും ഞാനും കൂടെയാണ് ആ വീഡിയോ ചെയ്യുന്നത്. സോ അതിന് ഉമ്മേനെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വേണം പുറത്തോട്ട് പോകാൻ. അപ്പോൾ അതായിരിക്കും കേട്ടോ നമ്മളെ നെക്സ്റ്റ് വീഡിയോ. കഴിഞ്ഞ വീഡിയോ ഡ്രസ്സിൻ്റെ തന്നെ ആയിരുന്നു. ഇതാ ഈ ഡ്രസ്സ് അതിലുണ്ടായിരുന്നു, യോയിൻസ് എന്ന് വാങ്ങിച്ച ഡ്രസ്സാണ്. കുറേ പേര് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അവർക്കൊക്കെ എനിക്ക് കിട്ടുമ്പോൾ എന്തായാലും അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഫൈക്ക വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് നേരെ പുറത്തോട്ട് പോകട്ടെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കാണാം. ഇതെനിക്ക് ഭയങ്കര വലുതാണ്. പുറത്തേക്ക് ഇറങ്ങണ്ട, വേണ്ട ഗ്ലൗസ് പുറത്തേക്ക് ഇറങ്ങണ്ട. കണ്ണാടൊക്കെ നോക്കണം, ഗ്ലൗസ് ഇട്ടിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. സാരില്ല, അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഈ മാസ്കും കൂടെ വെച്ചപ്പോൾ എൻ്റെ കണ്ണട ഭയങ്കര വലുതായി തോന്നുന്നുണ്ട്. എന്തായാലും നമ്മൾ ആദ്യം പോകുന്ന ഒരു കണ്ണട ഷോപ്പിലോട്ടാണ് കേട്ടോ. എൻ്റെ ഗ്ലൗസ് കണ്ടോ, ഭയങ്കര ലാർജാണ്. ഇവിടെ എല്ലാവരും മാസ്ക് ഇടുന്നുണ്ട്, പക്ഷെ ഗ്ലൗസ് ഇടുന്നത് കുറവാണ്. പിന്നെ നല്ല ചൂടുണ്ട്. എങ്ങനെ ആളുകൾ ഈ മാസ്കും ഗ്ലൗസും എല്ലാം കൂടി ഇട്ട് നടക്കാമെന്നൊരു ഐഡിയ ഇല്ല. സമ്മതിക്കണം, പാവം ഫൈക്കൊക്കെ ഡെയിലി പോകുന്നതാണ്. ഞാനിപ്പോൾ കുറേ നാളായിട്ട് വീട്ടിൻ്റെ അകത്തായതുകൊണ്ട് ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ചൂടാണെന്ന് എല്ലാവരും പറഞ്ഞ് കേൾക്കാന്നല്ലാതെ ചൂട് അനുഭവിക്കുന്നത് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ്.
എന്തായാലും ഫൈക്ക് ഒരു സംഭവം എടുക്കാൻ മറന്നിട്ട് മുകളിലോട്ട് പോയിരിക്കുക. ഇപ്പോൾ വരും. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇതിലാണ് നമ്മുടെ താമസം. അറിയാണ്ട് ചുള്ളിലെടുക്കണല്ലേ? ഞങ്ങൾ എടുത്തിട്ടില്ല, ഞാൻ നടക്കണ വഴി എടുത്തിട്ടുള്ളൂ. മാർക്കറ്റിങ്ങിന് വേണ്ടിട്ട് അറിയാണ്ട് ചുള്ളിലിങ് എടുക്കാം അല്ലേ? ഞാൻ എടുക്കും. നമ്മളിപ്പോ പോകുന്ന കണ്ണട ഷോപ്പിലോട്ട് ഇതിന് മുന്നേ പോയിട്ടുണ്ട്, ബ്രൈറ്റ് ഓപ്റ്റിക്കൽസിലോട്ട്. എത്തിയിട്ടോ കയറി വെക്കാം. നമ്മൾ ആക്ച്വലി ഫൈക്കർക്ക് സ്പെക്സ് നോക്കാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് ഈ കാറ്റലോഗ്സ് കണ്ടത്. അതായത് കളർ ലെൻസ്. ഞാൻ കുറച്ച് നാളായി വിചാരിക്കുന്നുണ്ട് കളർ ലെൻസ് വാങ്ങിക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എങ്ങനെ ഉണ്ടാവും എന്നറിയില്ലല്ലോ. ഞാൻ മുന്നേ കല്യാണത്തിൻ്റെ സമയത്ത് മാത്രമേ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ളൂ, അതും കളർ ലെൻസ് അല്ല. അപ്പോൾ ഇത്തവണ ഞാൻ കളർ ലെൻസ് ചൂസ് ചെയ്യുന്നുണ്ട്. എന്താവും അറിയില്ല, നോക്കട്ടെ എന്തായാലും കളർ കേട്ടോ. ബ്രൗൺ ആൻഡ് ഗ്രേ ആണ് എൻ്റെ 2 ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറേ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പോൾ നോക്കട്ടെ, എന്നിട്ട് ഇതിലൊരെണ്ണം സെലക്ട് ചെയ്യാം. ബ്രൗൺ എങ്ങനെ ഉണ്ടാവും എനിക്ക്? ബ്രൗണും ആഷുമാണ് എൻ്റെ 2 ഓപ്ഷൻ. ബ്രൗൺ ആവോ ആഷ് ആവോ നല്ലത്? അല്ല ആഷ് അല്ല, ഗ്രേ. ഒരു ബ്രൗണും ഒരു ഗ്രേയും പറയട്ടെ. അങ്ങനെ ഞാൻ 2 കളർ കോണ്ടാക്ട് ലെൻസ് ചൂസ് ചെയ്തിട്ടുണ്ട്. ഇനി കിട്ടിയാൽ അറിയാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കളർ. കാരണം കളർ നമ്മൾ ആ കാറ്റലോഗിൽ കാണുന്ന പോലെ തന്നെ ആവുമോ വെച്ചാൽ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിവേ കൊടുത്തിട്ടുണ്ട്, ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി കിട്ടുന്ന ദിവസം നമുക്കൊന്നുകൂടെ പോയിട്ട് ട്രൈ ചെയ്യുന്നതൊക്കെ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ, എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ ഇനി നമ്മൾ അങ്ങോട്ട് പോകണം പോയിക്കാം. ഷോപ്പിംഗാ? ചുമ്മാ പറയാ. എൻ്റെ ഇവിടെ ഫ്ലാറ്റിലാക്കിയിട്ട് വേറെ എവിടെയോ പോകാനുള്ള പ്ലാനാണ്. ഞാൻ വിചാരിച്ച് കുറച്ച് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പറയാ വേറെ എവിടെ പോകാനുണ്ട്, എന്നോട് നേരെ സ്ഥലം വിട്ടുപോകുന്നു. നമ്മൾ ഇതൊക്കെ നടക്കാനുള്ള ദൂരത്തിൽ തന്നെ കേട്ടോ നമ്മളെ ഓപ്റ്റിക്കൽ ഷോപ്പൊക്കെ. നമ്മളെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്താ. എന്നെ കൊണ്ടുപോകുമോ? വെറുതെ വൈക്കാ എന്നെ കൊണ്ടുപോകുന്നേ. അങ്ങനെ എൻ്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഞാൻ വരുമ്പോൾ ഗ്ലൗസും മാസ്കും ഒക്കെ ഇട്ട് ഉമ്മ അവിടെ വേസ്റ്റ് കൊണ്ടിടാൻ പോകുന്നുണ്ട്. അപ്പം ഇനി നെക്സ്റ്റ് ഞാൻ പോയി കുളിച്ച് ഫ്രഷായി റെഡി ആയിട്ടൊക്കെ വരാം. ഓക്കെ, ഇവിടെ നമുക്ക് റൂം ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും മെയ്ഡ് റൂമാണ്. അതിപ്പോൾ നമ്മൾ സ്റ്റെറിലൈസേഷൻ റൂം ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നേരെ ഈ ഒരു റൂമിലോട്ട്, ഇതൊരു ചെറിയ റൂമാണ്, ഇതിലോട്ട് കയറും. ഇവിടുന്ന് ഫുൾ സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ ഡ്രസ്സ് ഇവിടുന്ന് തന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഒക്കെ ചെയ്യാറുള്ളത്. ഹായ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി ചുമ്മാ കിടന്നു. അങ്ങനെ ഉറങ്ങിപ്പോയി, ഒരുപാട് നേരം ഉറങ്ങിപ്പോയി. ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അതായത് നാളെ സാറ്റർഡേ ആണല്ലോ, അപ്പോൾ ആർക്കും ഓഫീസൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് ഡിന്നറൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളുടെ ഡിന്നർ എന്ന് പറയുമ്പോൾ ബർഗർ കിങ്ങിൽ നിന്ന് ബർഗറാണ്. അപ്പോൾ ഇതാ ഉമ്മ ഓൾറെഡി കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബർഗർ. ഉപ്പ കഴിച്ച് കഴിഞ്ഞ്. ഉപ്പ ബർഗർ അല്ല കഴിച്ചത്, ഉപ്പ റൈസാ കഴിച്ചത്, മന്തിയാണ് കഴിച്ചത്. ഉപ്പ ഫാസ്റ്റ് ഫുഡ് ഇന്ന് കഴിക്കണില്ല എന്ന് വിചാരിച്ചു തോന്നുന്നു അപ്പ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഇതാ ഡിന്നറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കട്ടെ. ഇന്നിപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ടും അല്ലെങ്കിൽ പുറത്ത് പോകലും ഒക്കെ ആയിട്ട് ഫോൺ കാര്യമായിട്ട് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണ വാർത്തയും അത് റിലേറ്റഡ് ഇങ്ങനെ ന്യൂസുകളൊക്കെയാണ്. ശരിക്കും എന്തോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല. വല്ലാത്തൊരു വിഷമം അത് വായിച്ചപ്പോൾ തൊട്ട്. ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ഒരു ഏജും പിന്നെ എന്തോ എനിക്കിഷ്ടമാണ് ആളെ. ഭയങ്കര ഒരു എന്താ പറയുക ബാഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റിലും ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി തന്നെ ആയിരിക്കും, അങ്ങനെ പലരും ഉണ്ടായിരിക്കും ഇതുപോലുള്ള എന്തെങ്കിലും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ. നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയില്ല. അപ്പം നമ്മൾ തുറന്ന കണ്ണുകളോടെ എല്ലാവരെയും കാണുക. അങ്ങനെ ആരെങ്കിലും ഒരു ഒറ്റപ്പെട്ട് നിൽക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഒരുവിധം സാധാരണക്കാരായ ആളുകൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു ടെൻഷനാണ്, ആ ഒരു സിമ്പിളായിട്ട് തന്നെ കാണും. അങ്ങനെ ഒരു അത്ര നിസ്സാരമായിട്ട് കാണരുത് അതിനെ. ഡിപ്രഷൻ്റെ ഒരു തീവ്രത എത്രത്തോളാണെന്ന് ഞാൻ കുതിരവട്ടം മെന്റൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടൈമിൽ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്, അവരുടെ ഫാമിലിയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എത്രത്തോളാണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. സോ ഒരു പക്ഷേ
അങ്ങനെ ഒരു സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ നമ്മളുടെ ഒരു കൈത്താങ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് മതിയാകും അയാളെ ആ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക. എന്തെനിക്ക് അറിയില്ല അതെങ്ങനെയാ പറയേണ്ടതെന്നുള്ളത്. നമ്മൾ ചിലപ്പോൾ ഫാമിലീസിനൊക്കെ അവരെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലർക്ക് മടിയായിരിക്കും. കാരണം അവർ വിചാരിക്കുക ഇനിയിപ്പോൾ എൻ്റെ മോളെ ഒന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവൾക്ക് പ്രാന്താണെന്നൊക്കെ ആളുകൾ പറയും, അങ്ങനെയൊക്കെ ഒരു വിചാരം ഉണ്ടായിരിക്കും. സോ അങ്ങനെ ഒന്നും ചിന്തിച്ച് നിൽക്കരുത്. ദയവ് ചെയ്തിട്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട സമയത്ത് നമ്മളത് കൊടുക്കുക തന്നെ വേണം. അല്ലാതെ നമ്മൾ ഇത്തരം പ്രജുഡൈസ് മൈൻഡ് വെച്ചിട്ടൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഇപ്പം എത്ര പിള്ളേരാണ് സൂയിസൈഡ് ചെയ്യുന്നത്, ചെറിയ ചെറിയ ഏജിൽ സൂയിസൈഡ് ചെയ്യുന്നത്. അതൊക്കെ ഒറ്റ നിമിഷത്തെ ചിന്തകൾ കൊണ്ട് ഉണ്ടാവുന്ന സൂയിസൈഡ് ഉണ്ടായിരിക്കും. അതല്ല ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണ്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ ഒരു മൂഡ് ഡിസോർഡർ ആണ്. പക്ഷെ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിനോടൊരു പ്രതീക്ഷയില്ലായ്മ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നൂല, ഭയങ്കര സാഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സിംറ്റംസ് വരുന്നത്. ഇപ്പൊ നമുക്ക് പല സാഹചര്യത്തിലും നമുക്ക് വിഷമവും കാര്യങ്ങളൊക്കെ വരും നമ്മുടെ ഡെയിലി ലൈഫിൽ. ഇപ്പൊ നമ്മൾ അഥവാ ജോലി പോവുക അല്ലെങ്കിൽ നമ്മളെ സ്നേഹിച്ച ഇഷ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെടുക, അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് ഡിപ്രഷനിലോട്ട് പോവാം. നോർമൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നോർമലി അങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ച് 1-2 വീക്സ് കൊണ്ടൊക്കെ റെഡിയായി നമ്മൾ ഓവർകം ചെയ്ത് വരണം. അതല്ല ഇത് ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെ നീണ്ടു നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു എന്താ പറയുക ഡിപ്രഷൻ എന്നുള്ള ആ ഒരു ഇതിലോട്ട് പോണത്. വൈറ്റമിൻ സിയും കൊണ്ട് എന്റെ ഹബി വരുന്നുണ്ട്. എനിക്ക് വൈറ്റമിൻ തരത്തിലും ഫൈക്ക് വ്ളോഗിൽ ഇൻവോൾവ് ആവാൻ ഒട്ടും താല്പര്യമില്ല. എന്റെ ക്യാമറ ഓഫ് ചെയ്ത് പോയി, എന്നിട്ടാ തന്നത് കേട്ടോ. അങ്ങനെ നീ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ആ ഒരു ഫ്ലോ പോയി. ഞാൻ എവിടെയും നിർത്തിയെന്ന് ഓർമ്മയില്ല. എനിവേ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കാരണം ആരും അങ്ങനെ ഒരു വിഷമത്തിലോട്ട്, സങ്കടത്തിലോട്ട്, ഡിപ്രഷനിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുക. അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഓൾറെഡി 3 മണി കഴിഞ്ഞ് 3:30 ആയിട്ടുണ്ട്. ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഉറങ്ങുക. ചിലപ്പോൾ ഇനിയും ലേറ്റ് ആയിട്ട്, സാധാരണ ഇന്നലെയൊക്കെ 6 മണി ആയിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെയുള്ള അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ പെട്ടെന്നുണ്ടായിരിക്കും കേട്ടോ. അടുത്തത് നമ്മുടെ ഷീനിന്റെ ഹോൾ വീഡിയോ ആണ് ഇന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടത്. അപ്പൊ അതും കൂടെ ഉണ്ടായിരിക്കും അടുത്ത ദിവസങ്ങളിലായിട്ട്. അപ്പൊ ഇത് മിക്കവാറും ഞാൻ ഇപ്പൊ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും കിടക്കുക എന്ന് എനിക്കറിയില്ല. അപ്പത്തെ ഒരു മൂഡ് പോലെ ആയിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ബൈ.